CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി EDയുടെ ചോദ്യമുനയിലേക്ക്. വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ED വീണയ്ക്ക് നോട്ടീസ് നൽകി. വീണയും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയും ഉൾപ്പെടെ 9 പേർക്കാണ് EDയുടെ സമൻസ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിപിൻ സി വിജയൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? മാസപ്പടി കേസിൽ ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് അതിന്റെ വേഗത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. വെള്ളിയാഴ്ച തന്നെ വീണ ടി ഉൾപ്പെടെ 9 പേർക്ക് കൊച്ചി ED ആസ്ഥാനത്ത് ഹാജരാകാനാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ ഇപ്പോൾ വെള്ളിയാഴ്ച ഹാജരാകാൻ പറയുന്നു. ആദ്യമായിട്ടാണ് വീണ ടിയോട് സമൻസ് അയച്ച് ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതിനു മുൻപ് റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ എക്സാലോജിക് വീണ ടി 2,78,00,000 രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊസീഡിംഗ് ഓഫ് ക്രൈം എന്നുള്ളതിലാണ് ഈ തുക വിലയിരുത്തുന്നത്. ഏത് ആസ്തിയിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് ഈ തുക നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ED ഇനി കണ്ടെത്താനുള്ളത്. ഈ ആസ്തി വിവര കണക്കുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ശേഖരിച്ചിരുന്നു. ഒപ്പം ഈ എക്സാലോജിക്കും ഒപ്പം തന്നെ CMRLും ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളും ഈ SFIOയിൽ നിന്ന് വേണം എന്ന് ഇന്നലെ ആവശ്യപ്പെടുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിൽ ഇവർ തമ്മിലുണ്ടാക്കിയ സേവന കരാർ, 2 കമ്പനികൾ തമ്മിലുള്ള സേവന കരാർ എന്നതിനപ്പുറത്തേക്ക് എന്ത് രീതിയിലാണ് മാസപ്പടിയായി തുക നൽകിയിരുന്നത്, അതിന് ടാക്സ് അടയ്ക്കുന്നുണ്ട്, GST അടയ്ക്കുന്നത് എന്നതിനപ്പുറം എന്ത് സേവനമാണ് നൽകിയത് എന്നതിൻ്റെ രേഖകൾ, ഒപ്പം തന്നെ SFIOയ്ക്ക് വീണ ടി നൽകിയിരിക്കുന്ന മൊഴികൾ തുടങ്ങി 134 രേഖകളാണ് ED ഇതിനോടകം തന്നെ ഇപ്പോൾ SFIOയിൽ നിന്ന് കോടതി വഴി ലഭിച്ചിരിക്കുന്നത്. അതുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും വെള്ളിയാഴ്ച ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളത് അതിന്റെ ഗൗരവം കൂട്ടുന്നു. കാരണം രേഖകൾ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് വീണ ടി എത്തുന്നു. ഒപ്പം തന്നെ ഈ CMRLന്റെ ഉദ്യോഗസ്ഥരും എത്തുന്നു. അതിൽ CMRLന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ മകൻ ശരൺ എസ് കർത്ത, അതിന്റെ റീജിയണൽ മാനേജർ ഉൾപ്പെടെയുള്ള 8 പേർക്കുമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വെള്ളിയാഴ്ച തന്നെ ഹാജരാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ 2 ആഴ്ച മുൻപ് തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള റെയ്ഡ്, വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു, ED ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു. അതിനുശേഷം ആ വീട്ടിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെത്തി, ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളായി വീണ ടിയുടെ മൊബൈൽ ഉൾപ്പെടെ കണ്ടെത്തി എന്നുള്ളതായിരുന്നു ED പിന്നീട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഇത് കോടതി വഴി ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്കും നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ അതിന്റെ വിവരങ്ങൾ കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും വെള്ളിയാഴ്ച ഉണ്ടാവുക. ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ED കടക്കുക എന്നുള്ളതാണ്. ഈ ലഭിച്ചിരിക്കുന്ന തുക എന്തിനു വേണ്ടി ലഭിച്ചു, ഒപ്പം തന്നെ ആ തുക എവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ തുക എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നീ 2 കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടതും. അതിനു വേണ്ടിയിട്ടാണ് ഈ രേഖകളെല്ലാം തന്നെ വിശദമായി ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം EDയുടെ ഡയറക്ടർ രാഹുൽ നവീൻ കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് എത്തുകയും ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. വലിയ വിവാദമായിട്ടുള്ള, വലിയ പ്രമാദമായിട്ടുള്ള ഒരു കേസാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇതെത്തുമ്പോൾ ഒരു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിപിൻ സി വിജയൻ. ഇനി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, വലിയ രാഷ്ട്രീയ മാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വീണ ടിയുമായി ബന്ധപ്പെട്ട്, വീണ ടി CPIM അംഗമല്ല, പക്ഷേ പിണറായി വിജയൻ താമസിക്കുന്ന വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ വിവാദം കേരളത്തിലുണ്ടായതാണ്. ഇപ്പോൾ ഇതാ വീണ ടി EDയുടെ ചോദ്യമുനയിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് ഇതിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്? ദിലീപ്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ തേക്കണ്ടിയിൽ EDയുടെ ചോദ്യമുനയിലേക്ക് നീങ്ങുമ്പോൾ CPIM അതിനോട് എന്ത് സമീപനം സ്വീകരിക്കും എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷയായി വളരുന്ന കാര്യം. നേരത്തെ വീണ വിജയൻ താമസിക്കുന്ന, വീണ വിജയനുമായി ബന്ധമുള്ള വീടുകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധനയ്ക്കെത്തിയപ്പോൾ കേരളത്തിൽ CPIMൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭവും പ്രതിഷേധവുമാണ് നടന്നത്. എന്നാൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള അക്രമത്തിലേക്ക് അത് കലാശിച്ചതോടെ ആ അക്രമങ്ങൾ പൊടുന്നനെ സ്വിച്ചിട്ട പോലെ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീണ വിജയനെ സമൻസ് അയച്ച് വീണ തൈക്കണ്ടിയിലിനെ ED വെള്ളിയാഴ്ച അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിക്കുമ്പോൾ CPIM അതിന് ഒരു പ്രതിഷേധ പരിപാടികൾക്കോ പ്രക്ഷോഭ പരിപാടികൾക്കോ പോകുമോ എന്ന
എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട CPIMന്റെ സംസ്ഥാന സമിതി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനമെങ്കിലും നിശ്ചയമായും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നേരത്തെ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2 തവണ വീണയെ SFIO വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ചെന്നൈയിലായിരുന്നു SFIO ഉദ്യോഗസ്ഥർ അവരെ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിച്ചത്. എന്നാൽ ഇത്തവണ അത് കേരളത്തിലാണ്. അന്ന് SFIO അന്വേഷണം നടന്നപ്പോൾ CPIM അതിനോട് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനോ മറ്റോ പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണ തൈക്കണ്ടിയിൽ EDയുടെ ചോദ്യമുന്നയിലേക്ക് നീങ്ങുമ്പോൾ CPIM എങ്ങനെ പ്രതികരിക്കുമെന്നത് ഒരു ചോദ്യമാണ്. എന്തായാലും വീണ വ്യക്തിപരമായി നടത്തുന്ന ബിസിനസിൻ്റെ ഭാഗമായുള്ള കേസായതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത CPIMനില്ല എന്ന അഭിപ്രായമുള്ളവർ CPIMന്റെ നേതൃതലത്തിലും ഒപ്പം തന്നെ താഴെത്തട്ടിലും എല്ലായിടത്തുമുണ്ട്. മാത്രം കഴിഞ്ഞ കുറേ നാളുകളായി വീണ തൈക്കണ്ടിയിലുമായി ബന്ധപ്പെട്ട കേസുകളെ പിണറായി വിജയൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആക്ഷേപങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു ഗതികേടിലേക്ക് CPIM എത്തിച്ചേർന്നിരിക്കുന്നു എന്ന കാര്യവും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇതൊട്ടും ആശാസ്യമല്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി പിണഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തിരുത്തൽ നടപടികൾ നടത്തി മുന്നോട്ട് പോകാൻ പാർട്ടി പ്രയത്നിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഒരു കേസിന് പിറകെ പോവുക, അതും വ്യക്തിഗതമായി നടത്തിയ ആ ഒരു ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേരാൻ പോകുന്നത് CPIMന് ഗുണമല്ല എന്ന വികാരം പാർട്ടിക്കകത്ത് ശക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.